لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോർ. മാഷാ അല്ലാഹ്, ആ രംഗം കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. 25 ലക്ഷം ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നു എന്നുള്ളത്. ഇന്നിതാ നമ്മളിപ്പോൾ ഈ വീഡിയോ പറയുന്ന സമയം ഉച്ചട സമയത്താണ്. ഒരു 3 മണി സമയത്താണ് ഷെയ്ഖ് മുഹൈഖിലിൻ്റെ അറഫ പ്രഭാഷണം, ഹബീബായ നബി നടത്തിയ ജബലുർ റഹ്മയിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രഭാഷണം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെയും കുടുംബക്കാർ ഇത്തവണ ഹജ്ജിന് പോയിട്ടുണ്ട്. എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി മഖബൂലായ ഹജ്ജും ഉംറയും ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഈ ഒരു അറഫ സംഗമം നടക്കുമ്പോൾ അറഫയുമായി ബന്ധപ്പെടുന്ന ഹജ്ജുമായി ബന്ധപ്പെടുന്ന പ്രധാന വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഒരു അറഫ നോമ്പ് ശക്തമായ സുന്നത്തുള്ള ഒരു നോമ്പാണ്. അറഫയിൽ സംഗമിക്കുന്ന ആളുകൾക്ക് ആ നോമ്പ് പാടില്ല. അറഫയിൽ സംഗമിക്കുന്ന ആളുകൾ അന്ന് നോമ്പെടുക്കരുത്. പകരം അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടാണ് മറ്റു ഭാഗത്തുള്ള വിശ്വാസികളൊക്കെ ഈ ദുൽഹിജ്ജ 9 നോമ്പെടുക്കേണ്ടത്. സത്യത്തിൽ എന്നാണ് ശരിക്കും നോമ്പെടുക്കേണ്ടത്? ഇന്ന് അറഫ ദിനമാണ്. ഇന്നാണ് 25 ലക്ഷം ഹാജിമാര് ആ ഒരു അള്ളാഹുവിൻ്റെ മദതുള്ള ആ ഒരു അറഫ മൈതാനിയിൽ, ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ, ആ കുന്നുകൾക്കിടയിൽ, നമിറ പള്ളിയിലൊക്കെ ഒത്തൊരുമിക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പെടുക്കേണ്ടത് ഇന്നാണോ, അതോ ഇനി നമ്മൾ പെരുന്നാളെന്ന് പറയുന്നത് ദുൽഹിജ്ജ 10 നാളെയാണോ? പെരുന്നാൾ ദിവസം നോമ്പെടുക്കുന്നത് ഹറാമാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എന്നാണ് പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത്, ദുൽഹിജ്ജ 10 എന്നാണ് ദിവസം, അതിൻ്റെ തലേ ദിവസം നമ്മൾ ദുൽഹിജ്ജ 9 അറഫ നോമ്പായിട്ട് നമ്മൾ അനുഷ്ഠിക്കാറാണ്. അറഫ നോമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നു. എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നും, ശക്തമായ നോമ്പിൻ്റെ സുന്നത്തായ നോമ്പുകളിൽ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും പ്രബലമായ ഒരു സുന്നത്തായ നോമ്പാണ് അറഫ നോമ്പ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ ഒരു വിഭാഗം സുന്നികളിൽ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ പറയുന്നത്, ഈ അവർ പറയുന്ന നോട്ട്സ് ഞാൻ ഫുള്ളായിട്ട് ഞാൻ വായിക്കണില്ല, കാരണം അത് മറ്റു സുന്നികളെ വല്ലാതെ വേദനിപ്പിക്കും. എനിക്ക് അതിലുള്ള ഒരു കണ്ടന്റാണ് ഞാൻ പറയുന്നത്. അതായത് എ പിക്കാർക്കൊരു കാതി, ഈക്കക്കാർക്കൊരു കാതി, അങ്ങനെ ഈ കാതിമാരെല്ലാവരും കൂടിയിട്ട് പരിശുദ്ധ പെരുന്നാൾ ദിവസം നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്ന ഹറാമാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. അവർ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. അതായത് എന്നാണോ സൗദിയിൽ അറഫ നോമ്പുള്ളത് അന്നാണ് നമ്മളിവിടെ അറഫ നോമ്പ് എടുക്കേണ്ടത് എന്നാണത്രേ. അതായത് അവർ പറയുന്ന ന്യായം ഇങ്ങനെയാണ്. ശനിയാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്. ഇത് ലോകത്തെല്ലായിടത്തും ഇന്ന് തന്നെയാണ് ശനിയാഴ്ച. അപ്പോൾ സൗദി അറേബ്യയിൽ ഇന്ന് ദുൽഹിജ്ജ 9 അറഫ ദിനമാണെങ്കിൽ ആ സൗദി അറേബ്യയും നമ്മളും തമ്മിൽ ഉദയാസ്തമയങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അവിടെ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്തല്ല നമ്മുടെ അവിടുത്തെ സുബഹിൻ്റെ സമയം, അവിടെ മഗ്രിബിൻ്റെ സമയത്തല്ല നമ്മുടെ സമയം. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവിടുത്തെ ഒരു അറഫ സംഗമത്തിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നോമ്പെടുക്കേണ്ടത് ശരിക്കും നമ്മൾ ആ അറഫയുടെ ദിനത്തിൽ തന്നെയാണ്. അല്ലാതെ ഇവിടുത്തെ കാദിമാർ ദിവസം പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അന്ന് നമ്മൾ പെരുന്നാൾ ദിവസം നമ്മൾ അറഫ നോമ്പെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. ഇത് പറയുന്നത് ഏതെങ്കിലും സുന്നി ഇതര പ്രസ്ഥാനങ്ങളല്ല, സുന്നികളിൽ നിന്ന് തന്നെ വിഭാഗം സുന്നികളിൽ നിന്ന് മാറിപ്പോയ, എല്ലാ വിഭാഗം സുന്നികളിൽ നിന്ന് മാറിപ്പോയ ഒരു വിഭാഗമാണ് ഇത് പറയുന്നത്. എനിക്കത് കണ്ടപ്പോൾ വളരെയധികം അതിശയം തോന്നി. എന്തുകൊണ്ടാണ് സാധാരണ ഈ വർത്തമാനങ്ങളൊന്നും സുന്നികളിൽ നിന്ന് ഉണ്ടാവലില്ല. പകരം അവർ പറയുന്നത് ഇവിടുത്തെ കാദിമാർ എന്നാണോ നോമ്പ് പ്രഖ്യാപിക്കുന്നത്, എന്നാണ് പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് തലേദിവസം അറഫ ദിനമായിട്ട് പ്രഖ്യാപിക്കലാണ്. ഇപ്പം നമ്മുടെ പെരുന്നാൾ തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് നമ്മുടെ അറഫ നോമ്പുള്ളത് ഞായറാഴ്ചയാണ്. സത്യത്തിൽ ഈ ഞായറാഴ്ച പെരുന്നാളാണ്. എവിടെ? അറഫ സംഗമം നടക്കുന്നിടത്ത്. കാരണം ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ഈ അറഫയിൽ സംഗമിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് അറഫ സംഗമത്തിന് തന്നെ അല്ലേ നോമ്പെടുക്കേണ്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ 4 മദ്ഹബിൻ്റെ ഇമാമുകളൊക്കെ ഈ മാസം കാണുന്ന രീതിക്ക്, അതായത് ഹബീബായ നബി ഇങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക, നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളത്. അതായത് മാസം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം കാണുന്നതിൻ്റെ ദൂരപരിധി എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ സൗദിയിൽ മാസം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ കഴിയുമോ? ഉദയാസ്തമയങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഇത്
പൂർവ്വകാല മുതൽക്കേ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒന്നാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എത്ര ദൂര നാട്ടിലേക്കാണെങ്കിലും ഒരു നാട്ടിൽ നിന്ന് നോമ്പ് പ്രഖ്യാപിച്ചാൽ ആ ദൂര നാട്ടിലേക്ക് വരെ അത് ബാധകമാണ് എന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സാധാരണ ഈ ഒരു വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊരു വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒരു മാസം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി ചക്രവാളങ്ങൾക്കപ്പുറത്ത് വരെ അതിൻ്റെ വ്യാപ്തിയുണ്ട്, അതുകൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ നോമ്പ് നോക്കാം. അപ്പോൾ ഈ ഒരു അഭിപ്രായം മാനിച്ചിട്ടായിരിക്കണം സുന്നി വിഭാഗത്തിലെ ആ ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നത്. ഈ സൗദിയിൽ ഇപ്പോൾ അറഫ സംഗമം നടക്കുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ നമുക്കൊക്കെ അതറിയാം. പണ്ടൊരു കാലത്ത് റേഡിയോകളൊന്നും ഇല്ലാത്ത കാലത്ത്, ചാനലുകളില്ലാത്തൊരു കാലത്ത്, മൊബൈലുകൾ അറിയാത്തൊരു കാലത്ത്, അവിടുത്തെ അറഫ സംഗമം എന്നാണെന്ന് നമുക്കറിയാത്തൊരു കാലത്ത് നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ട് നോമ്പ് എടുത്തിരുന്നു, നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അത് അന്നത്തേതിൻ്റെ ഒരു ശരിയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലൈവായിട്ട് നമ്മൾ അവിടെ നിന്നുള്ള കാണുകയാണ്. കാരണം അവിടുത്തെ ഹാജിമാരെ ആലോചിച്ച് നോക്കൂ. മിനായിൽ ഇന്നലെ യൗമുത്തർവിയുടെ ദിവസം, ഒരുങ്ങാനുള്ള ദിവസം, ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കഴിച്ച് ഇന്നലെ അവിടെ കിടന്ന ആളുകൾ പാതിരാത്രിയോട് കൂടിയിട്ട് 10-17 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള അറഫയിലേക്ക് നടക്കുന്നവരുണ്ട്, ട്രെയിൻ കയറി പോകുന്നവരുണ്ട്. എന്താ പറയുക, 10,000-കണക്കിന് ബസ്സുകളാണ് ഹാജിമാരെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി. ഈ ആളുകൾ മുഴുവനും അറഫയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജമാക്കി നിസ്കരിച്ച്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്, അവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ നടത്തി പിന്നീട് അവർ നേരെ വരുന്നത് എവിടേക്കാണ്? മുസ്ദലിഫയിലേക്കാണ്. ഈ മുസ്ദലിഫയിൽ വന്ന് ജംറകളിൽ കല്ലെറിയാനുള്ള കല്ലുകളൊക്കെ എടുത്ത് അന്ന് അവിടെ കിടന്നുറങ്ങി പിന്നെ അവർ വീണ്ടും മിനായിലേക്ക് പോകും ആ പെരുന്നാൾ ദിവസം. അപ്പോൾ ഈ അറഫ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ആരാധനാകർമ്മമാണ്. അൽ ഹജ്ജു അറഫ. അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ട് കേട്ടോ. അൽ ഹജ്ജു അറഫ എന്ന് പറയുമ്പോൾ ഹജ്ജ് അറഫയാണ് എന്ന് പറയുന്നത് മാത്രമല്ല, സൂഫിയാക്കൾ പറയുന്ന വാക്യമുണ്ട്, മൻ അറഫ റബ്ബഹു മൻ അറഫ നഫ്സഹു ഫഅറഫ റബ്ബഹു. ഒരാൾ തൻ്റെ നഫ്സിനെ തിരിച്ചറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ തിരിച്ചറിയും. ഈ അറഫക്കൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ആ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു വിഭാഗം സുന്നികൾ, അവരൊരു ത്വരീഖത്തിന്റെ വിഭാഗമാണ്. അവർ പറയുന്ന ഒരു രീതി എന്നാണോ അറഫ സംഗമം സൗദിയിലുള്ളത് അന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഗൾഫിലെ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലൊക്കെ ആ സൗദിയിൽ പറയുന്ന ആ രീതിക്കനുസരിച്ചാണ് ഫോളോ ചെയ്യൽ. അപ്പോൾ നമുക്കെന്തുകൊണ്ടും അതൊന്നും ഒരു ദൂരെയുള്ള ഒരു നാടല്ലല്ലോ. ഇപ്പോൾ ഇവിടത്തെ ഒരു ദിവസം ഇന്ന് ശനിയാഴ്ച, ഈ ശനിയാഴ്ച തന്നെയാണ് സൗദിയിലും ശനിയാഴ്ച. ഉദയാസ്തമയങ്ങളൊരു വ്യത്യാസത്തെ മാത്രം കണക്കാക്കിയിട്ട് നമ്മുടെ അവിടെ ഒരു മാസം കാണുക എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല എന്ന് അവർ പറയണം. കാരണം ഇതൊക്കെ ഒരു സംഘടനാവൽക്കരിച്ചു എന്ന് അവർ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റില്ല. പണ്ടൊരിക്കൽ, ഇതിൽ എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏപ്പിക്കാർക്കൊരു പെരുന്നാൾ, ഈക്കക്കാർക്കൊരു നോമ്പ്, ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിയിരുന്നു. അതായത് ഒരു ദിവസം ഏപ്പിക്കാർ മാസം കണ്ടു, ഏപ്പിക്കാർ മാസം കണ്ടെന്ന് ഏപ്പിക്കാർക്ക് പെരുന്നാളാണ്. പക്ഷേ ഈ കെ വിഭാഗത്തിൻ്റെ ഖാദിമാരന്ന് മാസം കണ്ടത് വിശ്വസിക്കണില്ല, അവർക്കന്ന് നോമ്പാണ്. കാരണം അതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാനന്ന് പന്താവൂർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയപ്പോൾ, എന്താ പറയുക, പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ പന്താവൂർ മഹലിൽ എന്തില്ല, എൻ്റെ മഹലിൽ പന്താവൂരല്ല, എൻ്റെ വീടിന് അടുത്താണ് പന്താവൂർ, എൻ്റെ മഹലിൻ്റെ പള്ളിക്ക് കുറച്ച് പോകണം, കാളാശാലിക്ക് പോകണം. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും നോമ്പാണ്. അപ്പം അന്ന് ഈ മൊബൈൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് കക്കടിപ്പുറത്ത് അറമാകുട്ടിലേര് പറഞ്ഞു, ഇന്ന് സമസ്തയുടെ ആളുകൾ എന്ത് പ്രഖ്യാപിച്ചോ അതുപോലെയാണ്. അദ്ദേഹം ഒരു വലിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ന് നോമ്പാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോണത്. കാരണം AP വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ, ഖാദിമാർ പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഉറപ്പിലാണ് നിസ്കരിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ എന്തില്ല, പെരുന്നാളില്ല. അങ്ങനെ വേഗം അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ കാളാച്ചാലി പള്ളിക്ക് പോയി. കാളാച്ചാലി പള്ളി പോയപ്പോഴേക്കും അവിടെ നിസ്കാരം കഴിഞ്ഞിരിക്കണ്. അവിടുത്തെ പെരുന്നാൾ ജുമാ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെ വിഭാഗീയമായിട്ടൊക്കെ നടന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നീട് അതിനൊക്കെ ഒരു സമിതിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒന്നിച്ചു പ്രഖ്യാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മുൻപിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ മഹാഭൂരിപക്ഷം സുന്നി പണ്ഡിതന്മാരും കേരളത്തിലുള്ള ആളുകളൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഖാദി എന്ത് പറയുന്നു അത് സ്വീകരിക്കലാണ് ഖൈർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഖാദി പ്രഖ്യാപിച്ച മാസം കാണുന്നതിൻ്റെ വ്യാപ്തിയിലുള്ള അത് എത്ര അളവ് വരെ എടുക്കണം എന്നുള്ളതിൻ്റെ വ്യത്യാസമാണ് ഇത്തരം ഒരു ഭിന്നതക്ക് വരാൻ കാരണം. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഉദയാസ്തമയങ്ങളിലെ വ്യത്യാസം അനുസരിച്ചിട്ട് ഓരോ നാട്ടിലെയും ഖാദിമാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അതിനനുസരിച്ച് അവിടെ എന്ത് കാണുന്നോ അതനുസരിച്ച്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഒരേ ദിവസം പെരുന്നാളാവലില്ല. ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഒരേ ദിവസം പെരുന്നാളാവലില്ല. ഇപ്പോൾ കഴിഞ്ഞ നോമ്പ് പെരുന്നാൾ നമ്മളൊക്കെ നോമ്പ് പെരുന്നാൾ ആഘോഷിച്ച പിറ്റേ ദിവസമാണ് ഉത്തരേന്ത്യയിൽ നോമ്പ് പെരുന്നാൾ ഉണ്ടായിരുന്നത്, ഉത്തരേന്ത്യയിൽ ഈദുൽ ഫിത്തർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു വാശിയുടെ ആവശ്യമില്ല. ഏതായാലും നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഇവിടുത്തെ ഖാദിമാർ എന്നാണ്
അറഫ ദിനമെന്ന് പറയുന്നത് അന്ന് നമ്മൾ നോക്കുക. പിന്നെ ചില ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ അവർക്ക് കഥാ കുട്ടികളെ നോമ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. ഏതായാലും നമ്മൾ ആ നോമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. അറഫ നോമ്പ് എന്നുള്ളത് ഒരുപാട് പുണ്യമുള്ള ഒന്നാണ്. വിസാൽ മീഡിയ കാണുന്ന ഒരു കുടുംബം, ഞാൻ മനസ്സിലാക്കുന്നു ഈ വീഡിയോ കാണുന്ന നല്ലൊരു പങ്ക് സ്ത്രീകളും ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്ന ഒരാളുകളായിരിക്കും. കാരണം അത്തരം ഒരു കൾച്ചറിലൂടെ വളരുന്ന ഒരാളുകളാണ് പൊതുവെ ഉണ്ടാവുക. പൊതുവെ ആ നോമ്പ് പൊതുവേ കെയർ ചെയ്യൽ ഒന്നുകിൽ പള്ളികളിലുള്ള ഉസ്താദുമാരുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ സ്ത്രീകളായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾ നോമ്പോക്കിക്കണോ? ഞാൻ നോമ്പോക്കിയിട്ടില്ല. ഞാൻ അറഫാ ദിനത്തിൽ നോമ്പോക്കണം. വീട്ടിലുള്ള ഭാര്യമാരൊക്കെ നോമ്പോക്കുന്നുണ്ട്. അപ്പോൾ അത് ശക്തമായൊരു സുന്നത്തുള്ളത് അറഫാ ദിനത്തിൽ നോമ്പാണ്. പിന്നെ അത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഏതായാലും ഇതിലൊക്കെ ഒരു ഭിന്നത ഉണ്ട്. നമ്മൾ ആരെയും ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൻ്റെ പേരിൽ നിങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുള്ള ഭിന്നതയുടെ പേരിൽ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിൽക്കണം കേട്ടോ. പണ്ഡിതന്മാർക്ക് എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ ഭിന്നതകളുണ്ട്. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാവുക എന്നുള്ളത് ഇഖ്തിലാഫു അയിമ്മത്തിൽ ഉമ്മ, അതായത് ഇങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക അല്ല ഖൈറാൻ. കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ നമുക്ക് യോജിക്കുന്ന, നമുക്ക് സാധൂകരിക്കാവുന്ന, നമുക്ക് താല്പര്യമുള്ള അഭിപ്രായങ്ങൾ സന്തോഷപൂർവ്വം എന്ത് ചെയ്യാം, ഉൾക്കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരിൽ ആരെയും എന്ത് ചെയ്യേണ്ട, കുറ്റപ്പെടുത്തേണ്ട. ഏതായാലും അറഫാ സംഗമത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 25 ലക്ഷം ഹാജിമാർ അവിടെയാണ്. തീരെ നടക്കാൻ കഴിയാത്ത, ഒട്ടുമേ കഴിയാത്ത മദീനയിലെ ഹോസ്പിറ്റലുകളിലൊക്കെ ICUവിൽ കിടക്കുന്ന വിശ്വാസികളെയൊക്കെ എയർ ആംബുലൻസിലാണ് ഇന്ന് അവിടെ കൊണ്ടുവന്നത്. കാരണം അറഫ ഒഴിവാക്കിയിട്ട് പിന്നെ ഹജ്ജില്ല. അപ്പോൾ അവിടെ ജീവൻ്റെ ഒരു തുടിപ്പ് ഓൻ്റെ മേത്തുണ്ടോ, ഓൻ അവിടെ അറഫയിൽ കൊണ്ടുവരും. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും സൗദി ഗവൺമെൻറ്റിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആ ഒരു അറഫയിൽ സംഗമിക്കാൻ, ആ ഒരു ഭൂമിയിൽ കയറാൻ, ഈ ഒരു അറഫ, ഈ ഒരു ഹജ്ജിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ അറഫ മൈതാനി ക്ലോസ് ആണ്. കാരണം അവിടെ ആ ഒരു മദത് വല്ലാത്ത വ്യാപ്തി. സൂഫിയാക്കൾ പറയണത് ഇങ്ങനെയാണ്, അറഫ മൈതാനിയിൽ അള്ളാഹു നൽകുന്നൊരു മദത്, നൂറ് വളരെ വലുതാണ്. ലോകത്തൊരിടത്തുമില്ലാത്ത നൂറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ഇത്തവണ തന്നെ ഹജ്ജിന് മിനായിലേക്ക് മലയാളി വോളണ്ടിയേഴ്സിന് പ്രവേശനം കൊടുത്തിട്ടില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ഹാജിമാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ മലയാളി വോളണ്ടിയേഴ്സുമാരില്ല. അവർക്കൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് സംഘടനകളുടെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്ന തവണ ഒന്നും ഇല്ല. അപ്പോൾ പരമാവധി നമ്മൾ കാണുന്ന, നമ്മൾ അറിയുന്ന ആളുകൾ മുഴുവനും അറഫ നോമ്പ് എടുക്കുക. അതിൻ്റെ ദിവസങ്ങളുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വിട്ടേക്കുക. നമ്മുടെ ഖാദിമാരും നമ്മുടെ ഉസ്താദുമാരും പറയുന്നത് ഏതാണോ, നമ്മുടെ ഗുരുനാഥന്മാർ പറയുന്നത് ഏതാണോ അതനുസരിച്ചിട്ട് നമ്മൾ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് അറഫ നോമ്പ് എടുക്കാനും അതിൻ്റെ പ്രതിഫലത്തിൽ കിട്ടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതേപോലെ ഹജ്ജും ഉംറയും ഒക്കെ മഖബൂലായിട്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ അറഫ സംഗമം കഴിഞ്ഞാൽ ഈ ഹാജിമാർ അന്ന് എവിടെയാണ് അവർ പിന്നെ പോകുന്നത് എവിടേക്കാണെന്നുള്ളതാണ്. അറഫ സംഗമം കഴിഞ്ഞാൽ പിന്നെ ഹാജിമാർ എങ്ങോട്ടേക്കാണ് പോവുക എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.